ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു വീഡിയോ ആണ്. അതാണ് വീഡിയോ എന്നുള്ളത് പറയാം. നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലും ഒക്കെ നമ്മളെപ്പോഴും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കല്, ഗിഫ്റ്റ് കൈമാറൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് അതൊക്കെയാണ് അന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ഇതൊന്നുമില്ല. ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും, നമ്മുടെ സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടാവുന്ന ആ ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടാവുന്ന കുറേ നല്ല നല്ല മൊമെൻറ്റ്സ്, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തിരക്കുകളും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ മക്കളുടെ ഇവിടെ സ്കൂളിൽ ഇപ്പോൾ അവർക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കില്ല. അപ്പോൾ ഞാൻ ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനും അല്ലെങ്കിൽ എന്താ പറയുക അത് പാക്ക് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഞാൻ ആലോചിച്ചു ഇങ്ങനെ എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്തുകൂടാ എന്ന്. കാരണം നമുക്കത് ചെയ്യാലോ. ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാമെന്ന്. അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ 4 പേരുള്ളൂ. ഞാൻ, സുധിയേട്ടൻ, എൻ്റെ മക്കൾ 2 പേര്, മിന്നും പൊന്നും. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ അപ്പോൾ തന്നെ കുട്ടികൾ റെഡി. ഞാൻ അത് ആഗ്രഹം പറഞ്ഞപ്പോൾ അവരത് ചെയ്യാം എന്നുള്ള ഉറപ്പ് സുധിയേട്ടൻ എന്നോട് പറഞ്ഞു. എനിക്ക് ആഗ്രഹം തോന്നിയതല്ല, നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മൾ 4 പേരും നറുക്കിട്ടെടുത്തത് ആ പേരുകൾ ഓരോരുത്തരുടെ പേരുകൾ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. 4 പേരാകുമ്പോൾ 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് അവർക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോവാം. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ പോണതിന് മുന്നേ തന്നെ 4 പേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് റെഡിയാക്കാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്, എൻ്റെ സുധിയേട്ടനാണ്. അപ്പോൾ എൻ്റെ സുധിയേട്ടന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ആളോട് ചോദിക്കുമ്പോൾ ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്ന ക്ലിപ്പുകൾ അവരവർക്ക് ഓരോ മൊബൈൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഇതൊരു ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ലൈക്ക് ചെയ്യാം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ കുറേ പേര് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്രാവശ്യം ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ളൊരു പ്ലാന്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് പൊന്നൂനെയാണ്. കിട്ടിയ സീക്രട്സ് ആണ് അമ്മയാണ്. എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് മിന്നുമാണ്. കണ്ടുപിടിച്ചു ഒരാളാണ്. ഇൻ ദ ക്ലോത്തിങ് ആയിട്ട് റൈറ്റ് നൗ. പക്ഷേ എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്യണത് ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ്, ഒരു ടോപ്പ് എങ്ങാനും. സോ അത് കിട്ടുമോ നോക്കാം. ഹലോ, എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി 1-2 സാധനം കൂടി വാങ്ങാനുള്ളൂ. ബാക്കിയൊക്കെ വാങ്ങിക്കഴിഞ്ഞു, ഞാൻ മേടിച്ച് കഴിഞ്ഞു. സോ ലെറ്റ്സ് സീ. അധികം ഓൾമോസ്റ്റ് ഡൺ ഷോപ്പിംഗ്. 4 പേരുടെയും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇനി ഗിഫ്റ്റ് കൈമാറുകയാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ആള് ഇദ്ദേഹം, എന്റെ പൊന്നു. ഗിഫ്റ്റ് കൊടുത്തു. എനിക്ക് കിട്ടിയ ആളും മിന്നിയാണ്. മിന്നുവിന്റെ അമ്മ. എനിക്ക് അമ്മേനെ എനിക്ക് കണ്ടപ്പോഴേ അറിയുന്നു കിട്ടിയ ഗിഫ്റ്റ് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടുമുട്ടുക ഇതെടുക്കാൻ പോണ സമയത്ത്. എല്ലാവരും അവിടെ ഇവിടെ
തിരിയാൻ പറ്റില്ല എവിടെയൊക്കെ ആണെന്ന് സൂപ്പർ ആയിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് ഗിഫ്റ്റ് ആർക്ക് കിട്ടിയത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇത് ഒരു ലൈറ്റ് വീട്ടിൽ വെക്കുന്ന അത് ഓപ്പൺ ചെയ്തോളൂ. അത് ഒന്ന് അത് കാണിച്ചു കൊടുക്കാം അല്ലേ, കത്തിച്ച് കാണിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ? കാൽക്കുലേറ്റർ. ഞാൻ എപ്പോഴും കാൽക്കുലേറ്റർ തപ്പി നടക്കാറില്ല. ആവശ്യമുള്ള കാര്യം. ഓ കത്രിക പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പെന്ന് ഇതും ആവശ്യമുള്ള അത് ഞാൻ കുട്ടികളെ കാണിച്ച് പറഞ്ഞായിരുന്നു. ക്യാപ്പ്. ശരിക്കും ആ നൈസ്. ക്യാപ്പ്. ക്യാപ്പ് ഇന്നർ ബനിയൻ. വൗ, ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മെസ്സി ട്രാക്ക് സൂട്ട്. ഓ നൈസ്, നന്നായിണ്ട്. ഓക്കെ, നൈസ്. അമ്മയ്ക്ക് മിന്നിയാണ് കൊടുത്തേ. മിന്നു തന്നത് കേട്ടാ. ഞാന് ചോദിച്ചു എപ്പോഴും ഈ ഫോട്ടോ ഫ്രെയിമാണ്. എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല, എത്ര ഫോട്ടോ ഫ്രെയിം ഉണ്ടായാലും മതിയാവില്ല. അപ്പൊ എനിക്കിത് എന്റെ മോള് തന്നു. ഇതിന്റെ പിന്നില് വലിയൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ ഷോപ്പുകളിൽ ചെല്ലുമ്പോ ഈ ഗ്ലിറ്റർ ആയിട്ടുള്ള ഇത് പൗച്ച് എപ്പോഴും ഞാൻ ബാഗ് ചോദിക്കൂട്ടാ. എന്നിട്ട് ഇവരെ നോക്കി നിൽക്കുമ്പോ ഇവരെന്നെ എപ്പോഴും കളിയാക്കും ഇത് എന്തിനാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇവരെ എപ്പോഴും ഇങ്ങനെ എനിക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാം അമ്മ ആ തിളങ്ങണത് എടുത്താലോ എന്നൊക്കെ പറയൂട്ടാ. അപ്പൊ അത് എന്റെ മോള് എനിക്ക് അത് തന്നെ ഇത് അടിപൊളിയുണ്ട്. പിന്നെ ചെയിൻ സൂപ്പർ. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. എപ്പോഴും ഞാനിങ്ങനെ ഇതാക്കാണ്ട്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഓ അടിപൊളി സെലക്ഷൻ ആട്ടാ. ഞാനും ഉണ്ടാവും, എൻ്റെ കൂടെ എപ്പോഴും കുറച്ച് ബുക്കുകൾ ഉണ്ടാവും, ഡയറി ഉണ്ടാവും, ഡെയിലി പ്ലാനർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഡയറി 2025 ഡയറി ആയി. അപ്പോൾ എനിക്ക് അടിപൊളി, താങ്ക് യു. ഇനി ഡ്രസ്സ്. മെറൂൺ കളർ ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറൂൺ കളറ് ടോപ്പ് ബാക്ക് സൈഡ് ആണോ? ഒരു ക്യൂട്ട് ആയിട്ടുള്ള സിമ്പിൾ ടോപ്പ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ്. അതെ, കറക്റ്റ്, അടിപൊളി, താങ്ക് യു. ഫസ്റ്റ് ഇതമ്മ നോക്കിയാണ് മിന്നു പൊന്നു. അയ്യോ മിന്നു മുന്നു. നെയിൽ പോളിഷ് സ്കൂളിലേക്കൊക്കെ ഇടാൻ പറ്റണം കളർ. ഓക്കെ, താങ്ക് യു. യെസ്, എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെസ്സിയുടെ കിട്ടി. അയ്യോ ഇത് രണ്ടെണ്ണം വാങ്ങിയ അതെ, എനിക്ക് രണ്ടും അവൾക്കും എനിക്ക് ഡ്രസ്സിന്റെ വാങ്ങി. അതാണ് ബഡ്ജറ്റ്. ഞാൻ വിചാരിച്ച അത്ര എത്തിയില്ല. ഓക്കെ, ഹുഡി അടിപൊളിയായിട്ട്. ഹുഡി നിങ്ങനെ ഹുഡി ഭയങ്കര. ഒരു ക്രോപ്പ് ടോപ്പ്. ഇത് മറ്റേ ഇതിന്റെ അതുണ്ട്, അതിൽ ലൈറ്റ് ഉണ്ട്. സോ ക്യൂട്ട്. പിന്നെ ക്രൗണൊക്കെ ഉള്ള പെണ്ണ്. താങ്ക് യു. പിന്നെന്താ? ഓ ഇത് മറ്റേ കോയിൻ സെറ്റ് പോലെ. ഓ that's cute. Wow, nice. Oh, so cute. ഇതൊന്ന് ആനിമേ പോലെ തരാം. സൂപ്പർ, താങ്ക് യു. പൊന്നൊറ്റയ്ക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ
എല്ലാം പിന്നെ ഒരാൾക്ക് വാങ്ങിയ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾക്ക് ഒരു കുട്ടിക്ക് വാങ്ങിയ ഇവരുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും എല്ലാം ഒരേപോലെ വാങ്ങി കൊടുക്കും. അപ്പം ഒരാൾ വാങ്ങിയ ഡ്രസ്സ് എന്തായാലും അടുത്ത ആൾക്കും വാങ്ങണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അച്ഛൻ രണ്ടുപേർക്കും ഒരേപോലെ വാങ്ങി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം. ആദ്യമായിട്ട് നമ്മളങ്ങനെ നാലുപേര് ഒറ്റയ്ക്കായിട്ട് വാങ്ങിക്കല്ലേ, അപ്പൊ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് 4 പേർക്കുള്ള സാധനങ്ങൾ വാങ്ങല്. പിന്നെ ഇവർക്ക് വാങ്ങി കൊടുക്കുമ്പോൾ അത് ഇഷ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ 4 പേര് അങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തു. അപ്പൊ നമ്മളെ ഈ ഫ്രണ്ട്സ് നമുക്ക് കുട്ടികൾക്ക് ഇപ്പൊ അവര് പഠിക്കണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കും, നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ നമ്മളുടെ ഫാമിലി കാര്യങ്ങള് ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അച്ഛനമ്മമാര് മിക്കപ്പോഴും ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ആക്ടിവിറ്റീസോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇതേപോലെ നമ്മുടെ മക്കളും നമ്മുടെ ഹസ്ബൻഡും ഒക്കെ കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് വേണ്ട സാധനങ്ങൾ. ഇന്ന് ഈ ഷോപ്പിലേക്ക് പോകാനുള്ളത് ഇതൊരു ഡേ ടു ഡേ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എത്ര വിലയുടെ വേണമെങ്കിലും വാങ്ങി കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. മക്കൾക്ക് അവർക്ക് നമ്മളൊരു ബഡ്ജറ്റ് അവർ പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ മക്കൾക്ക് നമ്മൾക്ക് വാങ്ങി തരാനൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകൾ മതി, ധാരാളം. നമുക്ക് എത്ര വിലയുടെ കിട്ടി എന്നുള്ളതിലല്ല കാര്യം, നമുക്ക് ആ മക്കളത് വാങ്ങി നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ തരുന്നു, നമ്മളെ ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. എന്താ വെച്ചാൽ ഈ ചീട്ടിട്ടല്ലോ, ഈ ചീട്ടിട്ടത് എല്ലാവർക്കും ഡിഫറെന്റ് ആവുന്നത്. അത് വന്നില്ല, സ്വന്തം പേരും വന്നില്ല. എനിക്കാണെങ്കിൽ സുധിയാണെങ്കിലും കിട്ടി, കുട്ടികൾക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ അവർക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് വാങ്ങാനും പറ്റും. അപ്പൊ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. കാര്യം പറഞ്ഞപ്പോ ഞാന് അമ്മയുടെ അമ്മയ്ക്ക് എല്ലാ കൊല്ലം അയക്കണ്ടായിരുന്നു. അതെ അതെ, എല്ലാ ക്രിസ്മസിനും ഞാൻ അയക്കാറുണ്ട്. അതെ ശരിയാ. നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷം. അതിന് നമ്മൾ പുറമേ പോയിട്ട് സന്തോഷം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള സന്തോഷങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ 4 പേരും കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.